الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, വിരോധങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് നീതി പുലർത്തി നല്ല മുഅ്മിനുകളായി, മുഖ്ലിസുകളായി ജീവിക്കണം എന്ന് ആദ്യമേ തന്നെ ഒരു വസിയ്യത്തായി എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. ഇവിടെ ആദ്യമായി വന്ന പ്രവാചക ശ്രേഷ്ഠൻ ആദം നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷം ഒരു 10 തലമുറ കഴിഞ്ഞ് പിന്നീട് വരുന്നത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. നോഹ പ്രവാചകൻ എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്ന ആ പ്രവാചകൻ. അതുമുതൽക്കിങ്ങനെ തുടരെ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു എന്നാണ്. ആ പ്രവാചകന്മാർ അഖിലവും തൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രഖ്യാപിച്ച, പറഞ്ഞ, അവരെ പഠിപ്പിച്ച മഹനീയമായ ആശയം അതിൻ്റെ അവസാനത്തെ പതിപ്പായി, ഫൈനൽ റെവലേഷനായി അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ അനുയായികളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 23 കൊല്ലക്കാലം ഖുർആൻ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചക പ്രഭുവിൻ്റെ ജീവിതം അത് വല്ലാത്ത ഒരു മാനവരാശി മുഴുവനും, മുസ്ലിങ്ങൾ മൊത്തം നെഞ്ചിലേറ്റുന്ന ഒരു മഹൽ ആശയത്തിൻ്റെ സംഹിതയാണ്. വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ഒരു കേദാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവകളോടൊക്കെ നീതി പുലർത്തി ജീവിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ പ്രഖ്യാപിച്ച 23 കൊല്ലക്കാലത്തെ പ്രബോധന പ്രവർത്തന പ്രക്രിയയുടെ ഒരു എസൻസ് അതാണ് ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. എങ്ങനെ സൂക്ഷിക്കണം? ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങളത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. ഒരു കാര്യം വിരോധിച്ചാലോ അങ്ങോട്ട് അടുത്ത് പോവുകയും ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് വലിയ ഗുണപാഠങ്ങളാണ്. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സൂറത്ത് യൂനുസിലെ ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, രക്ഷയുടെ ഗേഹത്തിലേക്ക്, സമാധാനത്തിൻ്റെ ഒരു വീട്ടിലേക്ക്, ഒരു അഭയ കേന്ദ്രത്തിലേക്ക് നിങ്ങളെ അല്ലാഹു ഇതാ വിളിക്കുന്നു.
ഒരു ശാന്തമായ ഒരു അവസ്ഥയിലേക്ക്. ശാന്തിയും സമാധാനവും എന്നത് ഇസ്ലാമിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഒന്ന് ശാന്തമാവണം, ഒന്ന് റിലാക്സ് ആവണം, ഒന്ന് ടെൻഷൻ ഒഴിവാകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമുഖത്തില്ല. ആ ശാന്തത തേടിയാണ് മനുഷ്യൻ പല സ്ഥലത്തേക്കും പോകുന്നത്, പല നാടുകളിലേക്കും അതേപോലെ തന്നെ പല പ്രദേശങ്ങളിലേക്കും. നമ്മുടെ നാട്ടിൽ തന്നെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ശാന്തിയും സമാധാനവും പകർന്നു നൽകും എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമേതവുമൊക്കെ പോകുന്നത് ഒന്ന് ശാന്തി അടയാനാണ്. ഈ തിരക്കിൽ നിന്ന്, ഈ ബഹളത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഈ ടെൻഷൻ, പിരിമുറുക്കം, മനുഷ്യന് മനസ്സുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾക്ക് അതിനുള്ള ദിവ്യമായ ഔഷധം അള്ളാഹു നൽകുന്നു. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, സലാമിൻ്റെ രക്ഷയുടെ ഒരു സങ്കേതത്തിലേക്ക്, ഒരു ഗേഹത്തിലേക്ക്, വീട്ടിലേക്ക് അള്ളാഹു ഇതാ ക്ഷണിക്കുന്നു. വയഹ്ദീ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, ഹിദായത്തിലാക്കുന്നു എന്നർത്ഥം. ഇലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ, ചൊവ്വായ, ഋജുവായ, വളവില്ലാത്ത, തകരാറില്ലാത്ത, കുഴപ്പമില്ലാത്ത മാർഗത്തിലേക്ക് അവൻ വഴി ചേർക്കുകയും ചെയ്യുന്നു. ഓരോ മുഅ്മിനും ഓരോ റക്അത്തിലും നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക്, മാർഗത്തിലേക്ക് പടച്ചവനെ നീ ഞങ്ങളെ നയിക്കണം, വഴി ചേർക്കണം എന്ന് പറഞ്ഞു ആ വഴിയെ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ആയത്തുകളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ശാന്തമായ ഒരു വഴി, നല്ല ഒരു വഴി, ഒരു മാർഗത്തിലേക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചാൽ ഉണ്ടാകാവുന്ന ഗുണങ്ങളെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്തു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ, സുഹൃതം തന്നെ ചെയ്യുന്ന ആളുകൾ, ഏറ്റവും നല്ലതായ കാര്യങ്ങൾ തന്നെ അവർ നന്മയാക്കി ചെയ്യുന്നു. അഹ്സനുൽ ഹുസ്ന, അഹ്സനു അവർ നന്മ തന്നെ പ്രവർത്തിക്കുന്നു, അവർക്ക് അൽ ഹുസ്ന നല്ല പ്രതിഫലവുമുണ്ട്. നന്മ പ്രവർത്തിക്കുന്നവന് നല്ല ഹുസ്ന പ്രതിഫലവും ഉണ്ട്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന എന്ന് സൂറത്തു അഹ്ഖാഫിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അസ്ഹാബുന്നാർ, നരകത്തിൻ്റെ ആൾക്കാരും അതേപോലെ തന്നെ സ്വർഗത്തിൻ്റെ ആൾക്കാരും രണ്ടും സമമാവൂല. രണ്ടും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ ഹുമുൽ ഫായിസൂൻ, അവർ വിജയികളാണ്, അവർ വിജയിച്ചവരാണ്. ഈ ജീവിതത്തിൽ, ഇവിടുത്തെ ഈ പ്രവർത്തനത്തിൽ അവർ സ്വീകരിച്ച വിശ്വാസത്തിൽ, ആശയത്തിൽ, ആദർശത്തിൽ അവർ മികവ് പുലർത്തി, നന്മയിൽ അവർ അധിഷ്ഠിതമായി, നന്മയിൽ നിലകൊള്ളാൻ അവർക്ക് കഴിഞ്ഞു, നന്മയിൽ മുന്നേറാനും കഴിഞ്ഞു. അതുകൊണ്ട് അവർ ഫായിസീങ്ങളാണ്, വിജയിച്ചവരാണ് എന്നർത്ഥം. അപ്പോൾ നന്മ പ്രവർത്തിച്ചവർക്ക് നന്മ തന്നെയുണ്ട്. നന്മക്ക് നന്മ പ്രതിഫലം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, അള്ളാഹുവിൻ്റെ ഒരു കടമയാണത്, നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ നന്മ അണുതൂക്കം നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നന്മ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലം നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്, അക്രമമാണ്, ലുൽമാണ്. ഒരണുതൂക്കം അള്ളാഹു അക്രമവും അനീതിയും കാണിക്കൂല. അത് അള്ളാഹുവിൻ്റെ മുഖമുദ്രയാണ്. അതുകൊണ്ട് ഈ ഭൂമുഖത്തിൻ്റെ ഇവിടുത്തെ ഈ പ്രകടമായി നമ്മൾ കാണുന്ന അനീതിയും അക്രമവും അതുപോലെ തന്നെ നീതി ലഭിക്കായ്മയും വർധനവും പീഡനവും പ്രശ്നങ്ങളും ഇതുപോലെ തന്നെയാണ് പരലോകത്തും എന്ന് ആരും അങ്ങനെ ധരിച്ച് വശാകേണ്ടതല്ല. അങ്ങനെയൊന്നുമല്ല. അവിടെ നീതിയിൽ അധിഷ്ഠിതമാണ് അള്ളാഹുവിൻ്റെ കോടതി. അപ്പോൾ മാത്രവുമല്ല, ഇഹ്സാൻ നന്മ പ്രവർത്തിക്കുന്നവർക്ക് നന്മ പ്രതിഫലമുണ്ട്, പോരാ വസിയാദത്തുൻ വർധനവും ഉണ്ട് എന്നർത്ഥം. ഒരാളൊരു നന്മ പ്രവർത്തിച്ചാൽ അയാളുടെ ചുറ്റുപാടുകൾ, അയാളുടെ സാമ്പത്തിക അവസ്ഥകൾ, മാനസികമായ അദ്ദേഹത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ പ്രേരകം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഇതൊക്കെയും പരിഗണിച്ച് വർധനവുണ്ടാകുന്ന ഒരു നന്മക്ക് കൃത്യമായി ഫിക്സഡ് നന്മയല്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം. അതാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം നൽകൽ, മനസ്സിലാക്കൽ, വേർതിരിച്ച് മനസ്സിലാക്കണം.
നമ്മളൊരാൾക്ക് കൂലി കൊടുക്കുന്ന പോലെ, പ്രതിഫലം കൊടുക്കുന്നത് പോലെ, പാരിതോഷികം കൊടുക്കുന്നത് പോലെ, അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നത് പോലെയല്ല അള്ളാഹു. അത് വളരെ സൂക്ഷ്മമാണ്. അതേപോലെ തന്നെ അവിടെയും നന്മയും അള്ളാഹുവിൻ്റെ കാരുണ്യവും അതിങ്ങനെ മികച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നടത്താം. നന്മ പ്രതിഫലം നൽകും. വസിയാദത്തുൻ, വർധനവ്. അതെത്രയാണ് വർധനവ്? അത് നമ്മൾ വിചാരിച്ച മാതിരിയല്ല. നിങ്ങൾ നോക്കൂ, ഒറ്റയ്ക്കൊരാൾ ളുഹർ നമസ്കരിക്കുന്നു, ഒറ്റയ്ക്ക് ഒരാൾ സുബഹി നമസ്കരിക്കുന്നു, അതിനൊരു പ്രതിഫലമുണ്ട്. അയാളതൊരു ജമാഅത്തായിട്ട് പള്ളിയിൽ അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ ജമാഅത്തായിട്ട് അയാൾ നിർവഹിക്കുന്നു. 27 മാറ്റ്. 1, 2, 3 നേർപകുതിയുമല്ല, ഇരട്ടിയുമല്ല. പിന്നെയോ 27 മടങ്ങ് പ്രതിഫലം കൂടുതൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഉണ്ട് എന്നാണ്. അത് മിക്ക പ്രവർത്തനങ്ങൾക്കും അങ്ങനെയുണ്ട്, ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന. അത് റമദാൻ മാസത്തിലാകുമ്പോൾ അതിൽ എത്രയോ 10 മടങ്ങ് നമസ്കാരത്തിനും മറ്റ് കർമ്മങ്ങൾക്കും അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കുമൊക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു ലംഘിക്കൂല. അപ്പോൾ വർധനവുമുണ്ട്, അതിൻ്റെ നന്മയായ പ്രതിഫലത്തിന് പുറമേ വർധനവും ഉണ്ട് എന്നാണ്. വലായർഹഖു വുജൂഹഹും ഖത്തറുൻ വലാദില്ല. പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവർ ഹാജരാക്കപ്പെടുമ്പോൾ അവരുടെ മുഖം പ്രസന്നമായിരിക്കും. അതിന് ഒരു മ്ലാനത, ഒരു നിന്ദ്യത, ഒരു പ്രകാശക്കുറവ്, ഒരു മങ്ങൽ ഒന്നും അതിനെ ഏൽക്കൂല. ഒരു നിന്ദ്യതയും മ്ലാനതയും ഒന്നും അതിനെ ആവരണം ചെയ്യൂല. മുഖം പ്രസന്നമായി പ്രശോഭിതമായി നിൽക്കുമെന്നർത്ഥം. ഖത്തറുൻ വലാദില്ല. ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ. അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ടല്ലോ, ജന്നാത്തുൽ ഫിർദൗസ്, അതിലേക്ക് പ്രവേശിക്കാൻ മാത്രം ഇവിടെ അതിന് അനുമതി നേടിയവരാണവർ, അർഹത നേടിയവരാണവർ. അതുകൊണ്ട് അവർ അതിൽ ശാശ്വതരായിരിക്കും, പുറത്തു പോകേണ്ട പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഖാലിദീന ഫീഹാ അബദാ, അതിൽ എക്കാലവും അവർ സ്ഥിരവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അള്ളാഹു അവരെപ്പെട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇത്രയും വർഷത്തേതാണ് നമ്മളുടെ എഗ്രിമെൻ്റ്, അങ്ങനെ ഒന്നുമില്ല. ഖാലിദൻ മുഖല്ലദൻ, അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം, അതിലവർ കടന്നുകൂടാം, പുറത്തു പോരുന്ന പ്രശ്നം തന്നെ ഉത്ഭവിക്കുന്നില്ല എന്നർത്ഥം. ഇനി ഖുർആനിൻ്റെ പ്രഖ്യാപിത ശൈലി എന്ന നിലക്ക് തന്നെ ഇത് വിശദീകരിക്കുന്നിടത്ത് തന്നെ ഇതിൻ്റെ മറുവശവും വിശദീകരിക്കും. അതങ്ങനെയാണ് ഖുർആൻ. ഐഹിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് പാരത്രിക ലോകത്തെക്കുറിച്ച് ഉടനെ തന്നെ പറയും. സ്വർഗം വിശദീകരിച്ചിട്ട് ഉടനെ തന്നെ നരകത്തെക്കുറിച്ച് പറയും. ഭൂമിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ തന്നെ ആകാശത്തെക്കുറിച്ചും പറയും. രാവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പകലിനെക്കുറിച്ചും പറയും. ഒക്കെ ഇങ്ങനെ അത് രണ്ടും എടുത്ത് പറയുന്നത് ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. അതേ നിലക്ക് തന്നെ അടുത്ത ആയത്ത് കൂടി ശ്രദ്ധിക്കുകയും, വല്ലദീന കസബുസ്സയ്യിആത്ത്, തിന്മ തന്നെ പ്രവർത്തിച്ച് അതിങ്ങനെ എന്താ പറയുക, അതാണ് അയാൾ ശേഖരിച്ചിട്ടുള്ളത്, അയാൾ അധ്വാനിച്ച് വാരിക്കൂട്ടിയിട്ടുള്ളത് മുഴുവനും തിന്മകളാണ്. സയ്യിആത്ത്, വല്ലദീന കസബുസ്സയ്യിആത്ത് ജസാഉ സയ്യിഅത്തിൻ ബിമിത്ലിഹാ, ആ തിന്മക്കുള്ള പ്രതിഫലം തത്തുല്യമായ തിന്മയല്ലാതെ വേറെ ഒന്നുമില്ല. അതിന് തുല്യമായ ഒരു തിന്മ തന്നെയുള്ളൂ. ആ തിന്മയ്ക്ക് വർധനവില്ല, നേരത്തെ പറഞ്ഞ പോലെ. അതാണ് അള്ളാഹുവിൻ്റെ നീതിശാസ്ത്രം. അത് കിട്ടും, ഉറപ്പാ. അതിന് യാതൊരു സംശയവും ആരും വിചാരിക്കേണ്ടതില്ല. ജസാഉ സയ്യിഅത്തിൻ ബിമിത്ലിഹാ വതർഹഖുഹും ദില്ലത്തുൻ, മാത്രമല്ല അവരെ നിന്ദ്യത ആവരണം ചെയ്യുമെന്നാണ്. നിന്ദ്യത എന്ന് പറഞ്ഞാൽ നിന്ദ്യതയും ബാധിത്വവും. ദുരിബത്ത് അലൈഹിമുൽ മസ്കനത്തു ദില്ലത്തു വൽ മസ്കന എന്ന് യഹൂദരെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നിന്ദ്യതയും ബാധിത്വവും അവരിൽ അള്ളാഹു മുദ്രണം ചാർത്തി എന്ന് വന്നിട്ടുണ്ട്. പരലോകത്ത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനർഹമായിട്ടുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിടത്ത് സ്ഥലത്തും ഒരുപാട് സ്ഥലത്ത് നിന്ദ്യത അവരെ ആവരണം ചെയ്തിട്ടുണ്ട്, മൂടിയിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും അവരുടെ ആ നിന്ദ്യമായ അവസ്ഥ, ഹീനമായ അവസ്ഥ, മോശമായ അവസ്ഥ. അതുപോലെ തന്നെ പ്രകാശമില്ലാത്ത പ്രക്ഷോഭിതമല്ലാത്ത മുഖങ്ങളുമായിട്ട് വന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, കാണാൻ കഴിയും എന്നർത്ഥം. അവർക്ക് വതർഹഖുഹും ദില്ലത്തുൻ, നിന്ദ്യത അവരെ ആവരണം ചെയ്തിട്ടുണ്ടായിരിക്കും. മാലഹും മിനല്ലാഹി മിൻ ആസിം,
ഒരു അഭയകേന്ദ്രവും അള്ളാഹുവിങ്കിൽ നിന്നും അവർക്ക് ഇല്ല. പരലോകത്തെക്കുറിച്ച് കൃത്യമായും വിശ്വസിക്കുന്ന പഠിച്ചിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ദുനിയാവും പരലോകവും തമ്മിൽ, ഇഹലോകവും പരലോകവും തമ്മിൽ ഉള്ള പ്രത്യേകമായും വരുന്ന ഒരു മാറ്റം, ഒരു വ്യതിരിക്തത, ഒരു വ്യത്യാസം, ഇവിടെ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പല പഴുതുകളുമുണ്ട് എന്നുള്ളതാണ്. പല വഴികളുമുണ്ട്, പല മാർഗങ്ങളുമുണ്ട്. അഭയകേന്ദ്രങ്ങളായിട്ട് പലതുമുണ്ട്. തണൽ മരങ്ങളായി പലതും നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. നമുക്ക് തണലേകുന്ന, ആശ്വാസമേകുന്ന, സാന്ത്വനമേകുന്ന, രക്ഷപ്പെടുത്തുന്ന, നമുക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങി നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അത് വാത്സല്യനിധിയായ ഉമ്മയായിരിക്കും, ചിലപ്പോൾ പിതാവായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും, ചിലപ്പോൾ അയൽപക്കക്കാരനായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയക്കാരനായിരിക്കും, നേതാക്കന്മാരായിരിക്കും, ചിലപ്പോൾ ആത്മമിത്രമായിരിക്കും. നല്ല ആത്മബന്ധമുള്ള, സുഹൃബന്ധമുള്ള സുഹൃത്തുക്കൾ നമുക്ക് ദുനിയാവിൽ ഉണ്ട്. അവർ നമ്മളെ സാന്ത്വനപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ, നമുക്ക് ധൈര്യം പകർന്നു തരാൻ, കുടുങ്ങി പ്രയാസപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന, പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരുത്തനോട് തൻ്റെ സഹോദരൻ വന്നിട്ട്, ആത്മസുഹൃത്ത് വന്നിട്ട്, നീ ധൈര്യമായിരിക്കടാ, ഞാനില്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയാൻ ഒരാളുണ്ടായാൽ അത് വലിയ ഒരു ആശ്വാസമാണ്. പക്ഷേ ഇങ്ങനെ ഒരു തണൽ മരവും, ഒരു ആശാകേന്ദ്രവും, ഒരു അഭയകേന്ദ്രവും പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഉറച്ച് വിശ്വസിച്ചോളണം. അവിടെ പിന്നെ എന്താ കിട്ടാനുള്ളത്? അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലാതെ മറ്റു ഒരു ചുക്കും പ്രതീക്ഷിക്കേണ്ട ഒരു അവസ്ഥ പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല, കിട്ടാനുമില്ല, കിട്ടുമില്ല എന്നർത്ഥം. അപ്പോൾ മാലഹും മിനല്ലാഹി മിൻ ആസിം, അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നും ഒരു ആസിമില്ല, ഒരു അഭയം നൽകുന്നവനില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനെ വിളിച്ചല്ലോ, കപ്പലുണ്ടാക്കി ആ തൂഫാനിൽ, വെള്ളപ്പൊക്കത്തിൽ അതിൽ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. തൻ്റെ മകനോട് പറഞ്ഞു. മകൻ അക്രമികളുടെ കൂട്ടത്തിൽ, അപ്പുറത്ത് നിന്ന് ഇതിനെയൊക്കെ പരിഹസിച്ചവരിൽ കൂട്ടത്തിൽപ്പെട്ടവനാ. യാ ബുനയ്യർകബ് മഅനാ, മകനെ നീ വന്ന് ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറിക്കോ. മറ്റൊരു അഭയകേന്ദ്രം ഇല്ല. അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഖാല സആവി ഇലാ ജബലിൻ യാസിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന ഒരു പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ എവിടെയെങ്കിലും കയറി ഞാനിന്ന് രക്ഷപ്പെട്ടു കൊള്ളാം എന്ന് പറഞ്ഞു മകൻ. എന്നാ മകൻ മറുപടി പറഞ്ഞത്. അതിന് വാപ്പ കൊടുത്ത മറുപടി ഇതേപോലത്തെ ഒരു മറുപടിയാണ്. ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്നും അഭയം നൽകുന്ന ഒരു കേന്ദ്രം മോനെ വേറെ എവിടെയില്ല ഇന്ന്, അതുകൊണ്ട് വന്ന് കയറിക്കോ എന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഫഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ എന്നാണ് ഖുർആൻ പറയുന്നത്. അവർക്കിടയിൽ വാത്സല്യനിധിയായ പിതാവിനും അതേപോലെ തന്നെ ഈ അക്രമിയായ ഈ മകനും എതിരിൽ തിരമാലകൾ മറസ്ഥാപിച്ചു എന്ന സാഹിത്യ സമ്പുഷ്ടമായ ഒരു പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തിയത്. തിരമാലകൾ അവർക്കിടയിൽ മറസ്ഥാപിച്ചു. ഫകാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങിച്ചത്തവരുടെ കൂട്ടത്തിൽ അവൻ അകപ്പെട്ടു പോയി എന്ന. അപ്പോൾ ദുനിയാവും ആഖിറവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യതിരിക്തത മാറ്റെന്ന് പറഞ്ഞാൽ ഒരു ആസിമില്ല, ഒരു അഭയകേന്ദ്രമില്ല. അങ്ങനത്തെ ഒരു കേന്ദ്രത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ അതുപോലെ തന്നെ അതൊന്ന് വിശുദ്ധീകരിക്കാൻ ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അവരുടെ മുഖം നിന്ദ്യമായിരിക്കും, പ്രശോഭിതമാകൂല, അവരെ ആവരണം ചെയ്ത് നിന്ദ്യതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഖുർആൻ. കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും ഖിത്അം മിനൽ ലൈലി മുദ്ലിമാ, വല്ലാത്ത ഒരു സാഹിത്യ പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അവരുടെ മുഖം ഏതുപോലെ ഉണ്ടെന്നറിയോ? നല്ല ഇരുൾ മുറ്റി നിൽക്കുന്ന രാവ്. ഇരുൾ മുറ്റി നിൽക്കുന്ന രാവിനെ, ആ ഇരുളിനെ ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് കഷ്ണങ്ങളാക്കി അവരുടെ മുഖത്തിങ്ങനെ പതിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഖുർആൻ അറബി ഭാഷയുടെ ഒരു ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു സാഹിത്യ പ്രയോഗം. ഇരുട്ടിനെ വെട്ടി നുറുക്കിയിട്ട് അവരുടെ മുഖത്ത് ഇങ്ങനെ പറ്റിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും കറുത്തിരുണ്ട മുഖങ്ങളാണ് എന്നാണ്. ഉഗ്ശിയത് വുജൂഹും ഖിത്അം മിനൽ ലൈലി മുദ്ലിമാ,
ഉലായിക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. നേരത്തെ സ്വർഗത്തെ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെ അവർ നരകത്തിൻ്റെ ആളുകളാകുന്നു, ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ആളുകളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ സ്ഥിരവാസികളായിരിക്കും, നിത്യവാസികളായിരിക്കും എന്നർത്ഥം. അള്ളാഹുവിൻ്റെ രക്ഷയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിൻ്റെ വാക്യമാണ്, വചനമാണ് എന്ന ഒരു ബോധം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ കലാമിനെ എടുത്ത് ഉത്ബുദ്ധമാക്കുമ്പോൾ അതിനെ അഗണ്യകോടിയിൽ തള്ളുന്നവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ ആയാത്തുകൾ എടുത്ത് ഉത്ബുദ്ധമാക്കുകയാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വിശദീകരിച്ചു കൊടുക്കുകയാണ്. സുമ്മ അഅറള അൻഹ, പക്ഷേ അവൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല. എന്ത് അല്ലാഹ്, എന്ത് പരലോകം, എന്ത് ഖുർആൻ, എന്ത് ശിക്ഷ, എന്ത് നരകം, എന്ത് സ്വർഗം എന്നൊക്കെ അതിനൊക്കെ പുച്ഛഭാവത്തിൽ കാണുന്നവരോട് അവനേക്കാൾ വലിയ അക്രമി ആരാണ് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ അക്രമി അവനാണ്, തീർത്തിയില്ല. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, നിശ്ചയം നാം, അല്ലാഹ് പറയാണ്, നാം ഇത്തരം മുജ്രിമുകളെ, കുറ്റവാളികൾ, തെമ്മാടികൾ എന്നൊക്കെ പറയാം, കുറ്റവാളികളോട് ശരിക്കും പ്രതികാരം ചോദിക്കുന്നവൻ തന്നെയാണ്. അള്ളാഹുവിന് അങ്ങനെ ഒരു പടിയും കൂടിയുണ്ട്. കാരുണ്യം കൊണ്ട് മനുഷ്യനെ പൊതിയുക, അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുക, സീമയില്ലാത്ത അതിർവരമ്പില്ലാത്ത കാരുണ്യം അവർക്കങ്ങനെ നൽകുക, അതൊക്കെ ശരിയാണ്. അതോടൊപ്പം തന്നെ അക്രമിയെ പിടികൂടുക, അവനെ ശിക്ഷ കൊടുക്കുക, അവനെ വേദനാജനകമായ ശിക്ഷ അവൻ നൽകുക, അങ്ങനെ നീതി നടപ്പാക്കുക എന്ന ഒരു പ്രക്രിയ കൂടി അള്ളാഹുവിനുണ്ട്. അതിനാണ് അള്ളാഹു പരലോകം വെച്ചത്. ആ പരലോകം അത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ അവസ്ഥയെക്കുറിച്ചും അവന് ചെന്നു ചേരേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ചിന്തക്കും പഠനക്കും വിധേയമാക്കി അതുവഴി അങ്ങനെ ജീവിതം ക്രമീകരിക്കണം, അല്ലെങ്കിൽ വിശുദ്ധമാക്കണം എന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാനാവിധ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി നമ്മെ അവൻ രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു രക്ഷയുടെയും സമാധാനത്തിൻ്റെയും വീട്ടിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഹിദായത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു. വിലമതിക്കാൻ കഴിയാത്ത ആ വലിയ ആ ഹിദായത്ത് ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. ആ നന്മയായ ഇഹ്സാൻ എന്നത് ഇസ്ലാമിൻ്റെ ഒരു പര്യായമാണ്. സുഹൃതം, നന്മ എല്ലാ ഭാഗത്തും അത് കാണാം. ഇസ്ലാമിൻ്റെ എന്തൊരു വിഷയം എടുത്തു നോക്കിയാലും അത് കാണാം. പക്ഷെ അവിടെയൊന്നും മനുഷ്യന്മാർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. നന്മയായ കാര്യങ്ങൾ അംഗീകരിക്കണമെന്നോ ഏറ്റവും ബുദ്ധിപൂർവകമായ കാര്യങ്ങൾ അംഗീകരിക്കണമെന്നോ ഒന്നും മനുഷ്യന്മാർക്ക് യാതൊരു താല്പര്യവുമില്ല. വളരെ ലളിതമായ ഒരു ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹില്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അറിയും, അവനോട് പറഞ്ഞാൽ മതി. അതെങ്ങനെ പറയണം? വളരെ രഹസ്യമായി, ഗോപ്യമായി പറയണം. ഉദൂ റബ്ബക്കും തളർറുഅൻ വഖുഫിയത്തൻ, ഖീഫത്തൻ എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ ഭയപ്പാടോടുകൂടി അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേർന്നുകൊണ്ട് രഹസ്യമായിട്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന, ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ, വളരെ ഗോപ്യമായൊരു വിളി. അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി. നിങ്ങൾ നോക്കൂ, അതൊക്കെ കേൾക്കാൻ, അതാണ് അള്ളാഹുവിൻ്റെ പ്രൗഢിയും മഹാത്മ്യവും ഗാംഭീര്യവും.
മറ്റു പലരും വിശ്വസിച്ചിട്ടുള്ള ദൈവത്തിനെ വിളിക്കുന്നതും അവർക്ക് നൽകുന്ന ഇബാദത്തും അതേപോലെ തന്നെ അതിൻ്റെ ബഹളവും ഒച്ചയും വിളിയും ചെണ്ടയും കരിമരുന്ന് പ്രയോഗവും അതേപോലെ തന്നെ കതിനാപിടിയും ആ മിട്ടും ഇതൊക്കെ ഇബാദത്താക്കിയിട്ട് കൊണ്ടു നടക്കുകയാണ് മനുഷ്യന്മാർ. നിങ്ങൾ നോക്കൂ, ഈ ആനയും അമ്പാരിയും എന്താണ് അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു അവസാനം അതിൻ്റെ പ്രതിഫലമായിട്ട് വരുന്നത്? മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. എത്ര ആളുകൾ ഇപ്പോൾ ഈ ഒരു ആഴ്ച ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ആനയുടെ ആക്രമം, അത് വന്യജീവി എന്നുള്ള നിലക്ക് വന്നിട്ട് അത് വേറെ വിഷയം. ഇവിടെ ആഘോഷങ്ങളും ആരാധനകളും എന്നുള്ള നിലക്കാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. ഇതൊക്കെ കണ്ട് ഈ ഖദിനാവടിയും അമിട്ടും ഈ എന്താ പറയുക മാലപ്പടക്കവും അതിൻ്റെയൊക്കെ ആ പൊട്ടലും അതൊക്കെ കണ്ടിങ്ങനെ അതിൽ അങ്ങനെ ആനന്ദം കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവത്തെ നിങ്ങളൊന്ന് മനസ്സിൽ വിഭാവനം ചെയ്ത് നോക്കൂ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വില നമുക്കപ്പോൾ മനസ്സിലാവും. ആരാണ് അള്ളാഹു എന്നും അള്ളാഹുവിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നും എന്താണ് നമ്മുടെ കടമയെന്നും കടപ്പാടുകളെന്നും ഒക്കെ വ്യക്തമായും നമുക്ക് അതിലൊന്നും ഈ ജാതി ഒരു വേണ്ടാത്തരവും ഇല്ലല്ലോ. ഇസ്ലാം ദീനിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല. മനുഷ്യന്മാർ ആരാധനയ്ക്ക് കൂടിയിട്ട് ദിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് മരണം സംഭവിക്കുന്ന ഒരു ഏർപ്പാടൊന്നും ഇസ്ലാം ദീനിലില്ല. അങ്ങനത്തെ ഒരു കൂടിച്ചേരലും ഇല്ല. അപ്പോൾ ഇസ്ലാം അതിൻ്റെ ആ പാവനത്വം, അതിൻ്റെ എളിമത്വം, അതിൻ്റെ ലാളിത്യം, ഞാൻ നേരത്തെ പറഞ്ഞ സമാധാന അന്തരീക്ഷം എവിടെയും നിലനിൽക്കുന്നു എന്നതാണ്. സമാധാനം, ശാന്തി. ഇവിടെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളികളിൽ നിങ്ങൾ നോക്കൂ, എന്താണ് എത്രത്തോളം അവിടെ ശാന്തത ഉണ്ടാകണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഫിഖ് ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ നമസ്കാരം കഴിഞ്ഞാൽ ബാക്കി 2-3 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ബാക്കിയുണ്ടാകും. അയാൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ടാകും. അയാൾക്ക് ശല്യം ചെയ്യുന്ന നിലയിൽ ഇവിടെ ഖുർആൻ ഓതാൻ പാടില്ല. അയാൾ കേൾക്കത്തക്ക, അയാളുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ തിരിക്കത്തക്ക നിലക്കൊരു ശബ്ദം പള്ളിയിൽ ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി വർത്താനത്തിൻ്റെ കഥ ഉണ്ടോ? ഇവിടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലുന്ന ആ ദിക്ർ അയാൾ കേൾക്കാൻ പാടില്ല. അത് മുസ്ലിം പഠിച്ചോളണം, ഓരോ മുഅ്മിനും മനസ്സിലാക്കിക്കൊള്ളണം. അത്രക്ക് പാവനത്വം, എളിമയും താഴ്മയും നിർവഹിക്കപ്പെടുന്ന ആ ഇബാദത്തുണ്ടല്ലോ, അതിന് ഭംഗം വരുന്ന ഒരു പണിയും പള്ളിയിൽ പറ്റൂല. അങ്ങനത്തെ പള്ളിയിലാണ് ജനങ്ങളുടെ നമസ്കാരമൊക്കെ അവിടെ അവഗണിച്ചിട്ട് മെഹ്റാബിൽ വെച്ചിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ 10,000 വട്ടം വിളിക്കണ കാലമാണിത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ദീൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആളുകൾ മനസ്സിൽ മെനഞ്ഞുണ്ടാക്കിയതോ വിവരമില്ലാത്ത ആളുകൾ പറയുന്നതോ ചെയ്യുന്നതോ ഒന്നുമല്ല ദീനുൽ ഇസ്ലാം. അത് വളരെ പാവനമാണ്, പവിത്രമാണ്. അതിൽ മനുഷ്യബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരൊക്കെ അതിന് തലചായ്ച്ച് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് ഖുർആനിലും അങ്ങനെ തന്നെ, അല്ലാഹു റസൂലിൻ്റെ സുന്നത്തിലും അങ്ങനെ തന്നെയാണ്. ഹദീസിൻ്റെ നിദാനശാസ്ത്രത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുന്ന, പഠനം നടത്തുന്ന, അതിൽ ഹുക്കുമുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ആ ഹദീസൊക്കെ വായിക്കുമ്പോൾ തന്നെ പറയും, അത് അല്ലാഹു റസൂൽ പറഞ്ഞതല്ല, അല്ലാഹു റസൂൽ ആചാര്യ നിലവാരം കുറഞ്ഞ വർത്താനം പറയില്ല എന്ന് വിധി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വളരെ പാവനമാണ്, പവിത്രമാണ്, അങ്ങനെയുള്ള ഒരു ആശയമാണ്, ആദർശമാണ് ദീനുൽ ഇസ്ലാം. അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഒന്ന് ഖുർആനാണ്, ഒന്ന് അല്ലാഹു റസൂലിൻ്റെ സുന്നത്താണ്. അത് പഠിക്കലും അത് മനസ്സിലാക്കലും അത് ആ വിജ്ഞാനം ഇവിടെ നിലനിർത്തലും അത് പ്രചരിപ്പിക്കലും നമ്മുടെ കടമയാണ്, ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുകയും ആ നിലക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്വത്തെ അതിനെ ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളായി, മുത്തഖികളായി, മുവഹിദുകളായി, മുഖ്ലിസുകളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയുമൊക്കെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളുമൊക്കെ നീ നിൻ്റെ മഹൽ ഫള് കൊണ്ട് പുറത്ത് മാഫാക്കി തരണമേ നാഥ. മരണപ്പെട്ടു പോയിട്ടുള്ള മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, അള്ളാഹുവേ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും റഹമത്തും നൽകണമേ നാഥ. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ, നാനാവിധ പ്രയാസങ്ങൾ കൊണ്ട്, മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരുടെയൊക്കെ നോവുകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ